അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ കുറച്ച് മത്തി വെച്ചിട്ടുള്ളൊരു പരിപാടിയാണ്. നല്ല നെയ്യുള്ള മത്തി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു റോസ്റ്റ് തയ്യാറാക്കാം. അപ്പോൾ ഇന്നത്തെ റോസ്റ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല തേങ്ങയൊക്കെ ചേർത്തിട്ടുള്ളൊരു റോസ്റ്റാണ്. അപ്പോൾ നമ്മളിവിടെ തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു കപ്പോളം തേങ്ങയുണ്ട്. പിന്നെ എരിവിനായിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്, എരിവിനും കളറിനും ഒക്കെ ആയിട്ട് എടുത്തിരിക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. ഇഞ്ചി ഒരു ചെറിയ കഷ്ണം എടുത്തിട്ടുണ്ട്. ഒരു 10 നമ്മുടെ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും മഞ്ഞളും എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുത്തിട്ട് വരട്ടെ. ബാക്കി പരിപാടി എന്നിട്ട് കാണാം. അപ്പം നമ്മൾ നല്ലതായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിന് നമ്മൾ ഈ മത്തിയിലേക്ക് തേച്ച് കൊടുക്കണം. മുഴുവനല്ല തേക്കുന്നത്, കുറച്ച് മാത്രമാണ് നമ്മൾ ഇതിലേക്ക് തേച്ച് കൊടുക്കുന്നത്. അപ്പം നമ്മൾ ഇത് തേക്കുന്ന സമയത്ത് തന്നെ നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്. അപ്പം പാനിൻ്റെ അത് നമ്മൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമ്മുടെ വെളിച്ചെണ്ണ ആണെങ്കിൽ വളരെ നല്ലത്. അല്ല നമ്മൾ ഏത് എണ്ണ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ആ എണ്ണ തന്നെ ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെ അത് വെച്ച് അതിന് ശേഷം വേണം നമുക്ക് ഇതൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ ഇത് തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ട് നമുക്കിനി കാണാമേ. അപ്പം നമ്മളിതേ മത്തിയിൽ എല്ലാ കൂട്ടും നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു തേങ്ങയുടെ കൂട്ടെല്ലാം നമ്മളങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ നമ്മുടെ ഉള്ളിയില്ലേ, ഉള്ളിയൊക്കെ ആണെങ്കിലും നല്ലതായിട്ട് നല്ല അരച്ച് തന്നെ എടുക്കാവേ. അപ്പോൾ ഇനി നമുക്കിത് ഓരോന്നോരോന്നായിട്ട് നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി ഇത് ഇവിടെ കിടന്നൊന്ന് മൊരിഞ്ഞ് കിട്ടട്ടെ, എന്നിട്ടാണ് ബാക്കി പരിപാടികൾ. മീനിൻ്റെ ഒരു സൈഡ് നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പറയുന്നത്, നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു കൂട്ടില്ലേ, ആ കൂട്ടും കൂടെ നമ്മൾ ഇതിൻ്റെ മേളിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം മീനിൻ്റെ ആവശ്യമായിട്ടുള്ള അത്രയും നമ്മുടെ വേവൊന്നും നമ്മുടെ ഈ ഒരു തേങ്ങയുടെ റെസിപ്പിക്ക് തേങ്ങയുടെ കൂട്ടിന് ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് ലാസ്റ്റിൽ ഇട്ട് കൊടുക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ തേങ്ങ എല്ലാം കരിഞ്ഞു പോകും. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ കറിവേപ്പിലയും കൂടെ കുറച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ മീനൊരു സ്വല്പം ഉടഞ്ഞു പോയാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ തിരിച്ച് ഇടുന്ന സമയത്ത് എന്നാലും കുഴപ്പമില്ല. ഉടഞ്ഞില്ലെങ്കിൽ നമുക്കത് റെഡിയാക്കി എടുക്കാം. അത് പ്രശ്നമൊന്നും ഉള്ള കാര്യമല്ല. കാരണം ഇതിൻ്റെ ഈ തേങ്ങയുടെ ആ ഒരു രുചിയും കൂടെ വരുന്നതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കാം. 1 മിനിറ്റ് 2 മിനിറ്റ് അത്രയൊക്കെ മതി. അപ്പം തന്നെ നമ്മുടെ തേങ്ങയിലേക്ക് ആവിയെല്ലാം കയറി ആ മീനിലേക്കും എല്ലാം അതിൻ്റെ ഒരു ടേസ്റ്റ് വരും. അതാണ് ഈ ഒരു നമ്മുടെ ഒരു റെസിപ്പിയുടെ ഒരു പ്രത്യേകത. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം. മത്തി കിട്ടുന്ന സമയത്ത് ഈ ഒരു റെസിപ്പി ഒന്ന് ചെയ്ത് നോക്കണം. കിടുക്കാച്ച് ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടോ അല്ലെങ്കിൽ നമ്മുടെ ചപ്പാത്തിയുടെ കൂടോ ഒക്കെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു ടേസ്റ്റാണ്. അതിന് പിന്നെ ഉണ്ടല്ലോ, നമ്മുടെ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു ചെറിയൊരു റെഡ് കളർ ഒരു ബെല്ലും കൂടെ ഉണ്ട്. അപ്പോൾ ആ ബെല്ലും കൂടെ ഒന്ന് ഓൺ ചെയ്ത് കഴിഞ്ഞാലേ നമ്മളിടുന്ന എല്ലാ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നമുക്ക് എല്ലാവർക്കും കിട്ടുന്നതായിരിക്കും. പിന്നെ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായമൊക്കെ ഒന്ന് പറയുക. അപ്പം നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കാം. അപ്പം നമ്മുടെ സംഭവം എല്ലാം നല്ല സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത് ഇതൊരു 2 മിനിറ്റ് ഇരുന്നതിന് ശേഷം വേണം നമുക്ക് ആ ഒരു ഇതൊന്ന് കൂട്ടി ഇളക്കി എന്നിട്ട് വേണം നമുക്ക് ഉപയോഗിക്കാനായിട്ട്. അല്ലെങ്കിൽ അതിന് ശേഷം പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു കൂട്ടുകൾ, ഈ കൂട്ടുണ്ടല്ലോ, ഇതിൻ്റെ അകത്തൊക്കെ ഒന്ന് ഇങ്ങനെ ഇളക്കി ഒന്ന് എടുക്കണേ. അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് എല്ലായിടത്തും വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഇളക്കുന്ന വഴിക്ക് മീൻ സ്വല്പം പൊടിഞ്ഞു പോയെങ്കിലും നമുക്ക് പ്രശ്നമൊന്നുമില്ല. അതിൻ്റെ ആ ടേസ്റ്റ്, അതാണ് എൻ്റെ കിടുക്കാച്ചി സംഭവം. ഇത് നല്ല കിഡ് ടേസ്റ്റ് ഉള്ളൊരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. മത്തി എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സംഭവമാണ്. ഇതാണെങ്കിൽ നമുക്ക് ഈ പ്രാവശ്യം ഉണ്ടല്ലോ നല്ലതായിട്ട് ഇത് നമ്മുടെ നെയ്യുള്ള മത്തിയാണ് കിട്ടിയത്. നല്ല ടേസ്റ്റാണ്. ഇച്ചിരി മണമൊക്കെ ഉണ്ട്, സംഭവം ശരിയാണ്. എന്നാൽ പോലും ഉണ്ടല്ലോ അതിൻ്റെ ടേസ്റ്റ് അപാരം തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായമൊക്കെ ഒന്ന് പറയുക. മാത്രമല്ല നമ്മുടെ കൂട്ടുകാർക്കൊക്കെ ഈ ഇങ്ങനെ മത്തിയൊക്കെ വെക്കാനായിട്ട് താല്പര്യമുള്ള കൂട്ടുകാർക്കൊക്കെ ഈ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നമ്മൾ പുതിയൊരു റെസിപ്പിയായിട്ട് നാളെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.
'cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day.